സ്റ്റാറ്റസ് റൂഫിങ്ങിന്റെ ഈ പ്രൊജക്ട് എറണാകുളത്തുള്ള ഡോക്ടർ റഫീഖ് സാറിന്റെ വീട്ടിലാണ് ചെയ്തിട്ടുള്ളത്. സാറിന്റെ താല്പര്യപ്രകാരം ഡബിൾ പില്ലർ ജാളി ഡിസൈൻ ആണ് ഈ ഒരു സൈറ്റിൽ നമ്മൾ വർക്കൗട്ട് ചെയ്തിട്ടുള്ളത്. സാറും സാറിന്റെ ജ്യേഷ്ഠനും കൂടി അവരുടെ ഇൻസ്റ്റിൽ എടുത്തിട്ടുള്ള കുറച്ച് വീഡിയോസ് ഉണ്ടായിരുന്നു. അത് അവർ സ്പ്രെഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ലഭിച്ചു. ആ ഒരു വീഡിയോസ് ആണ് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഹലോ സുഹൃത്തുക്കളെ, നമസ്കാരം. ഞാനിന്ന് പറവൂർ മാഞ്ഞാലിയിലാണുള്ളത്. ഞാൻ എൻ്റെ അനുജൻ ഡോക്ടർ മുഹമ്മദ് റഫീഖിൻ്റെ വീട്ടിലാണ്. അദ്ദേഹം ഒരു പുതിയൊരു കാർ പോർച്ച് പണിതിട്ടുണ്ട്. അത് പരിചയപ്പെടുത്താനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പുതിയൊരു കാർ പോർച്ച് ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ വീഡിയോ കവർ ചെയ്യാം. ഓക്കെ. അപ്പോൾ ഒരു ടെൻസൈൽ റൂഫിംഗ് കാർ പോർച്ച് മഞ്ചേരിയിലുള്ളൊരു സ്റ്റാറ്റസ് റൂഫിംഗ് അവരാണ് ചെയ്തത്. ഇത് സാധാരണ നമ്മൾ കാർ പോർച്ച് പണിയുമ്പോൾ സൗണ്ടൊക്കെ ഉണ്ടാവും. ഇതൊരു ഫ്രിക്സ്ഡ് മെംബ്രെയിൻ, അതൊരു ഷീറ്റാണത്. ബെൽജിയത്തിൽ നിന്ന് വരുന്നതാണ്. ബെൽജിയം സ്റ്റാറ്റസ് റൂഫിംഗ് എന്ന് പറഞ്ഞൊരു കമ്പനിയാണ് ചെയ്തത്. അതല്ലേ? അവർ നമ്മുടെ ഇവിടെ വന്നിട്ട് ഇതെങ്ങനെ അവരായിട്ട് ബന്ധപ്പെട്ട് അവർ യൂട്യൂബിൽ അവരുടെ ഇത് കണ്ടു, ഫീഡ്ബാക്ക് ഗൂഗിളിൽ ഫീഡ്ബാക്ക് ഒക്കെ നോക്കിയിട്ടാണ് ചെയ്തത്. അപ്പോൾ കറക്റ്റ് കൃത്യമായിട്ടൊരു ടൈം ഇതുണ്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ആദ്യം നമ്മൾ ഫൗണ്ടേഷൻ അത് നമ്മൾ സ്വന്തം ചെയ്ത് കൊടുക്കണം. ഫൗണ്ടേഷൻ സ്വന്തമായിട്ട് ചെയ്യണം. ജസ്റ്റ് ഒരു പ്ലേറ്റും മെറ്റൽ ക്ലാമ്പൊക്കെ തരും. അത് നമ്മൾ വെച്ചിട്ട് ജസ്റ്റ് ആ മെഷർമെന്റ് എല്ലാ ഡീറ്റെയിൽസും അവർ പടം വരച്ച് കൃത്യമായിട്ട് തരും. അതല്ലേ? അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ ഫൗണ്ടേഷൻ ചെയ്ത് കൊടുത്താൽ മതി. നമ്മുടെ ലോക്കൽ പണിക്കാർക്ക്. അതിനുശേഷം അവർ വന്ന് മെറ്റീരിയൽ സപ്ലൈ ചെയ്യും. ഇവിടെ തന്നെ വെച്ച് അവരത് ഫിറ്റ് ചെയ്യും. എല്ലാ പെയിന്റിംഗ് വർക്കും എല്ലാം ചെയ്യും. കംപ്ലീറ്റ് ചെയ്യും. അതിലെ സാധനങ്ങൾ നമ്മൾ ചെയ്യണം. അപ്പൊ ഇതിന് ക്വാളിറ്റി ഉള്ള പെയിന്റ് ആണ്. ഇതുപോലെ നമുക്ക് വല്ല ഒരു ലോങ് ടൈമോ ലൈഫ് ടൈമോ അങ്ങനെ 10 ഇയർ വാറണ്ടി പറഞ്ഞിട്ടുണ്ട് അല്ലേ? അതിനെന്ത് പ്രോബ്ലം അവർ അതല്ലേ ചെയ്തു തരും. പെർഫെക്റ്റ് ആയിട്ട്. ഇതൊക്കെ പെട്ടെന്ന് ഓർഡർ ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ ക്ലിയർ ചെയ്തോ? നമ്മൾ ഒരാഴ്ച കൊണ്ട് തന്നെ ഏകദേശം ഇത് തുടങ്ങി. പിന്നെ അതിന് നമുക്ക് ഇടയിൽ ഫൗണ്ടേഷൻ ചെയ്യാൻ കുറച്ച് ഗ്യാപ്പ് വന്നു. അതുപോലെ പണിക്കാരെ കിട്ടാനായിട്ട്. പക്ഷെ അവരുടെ എല്ലാം കറക്റ്റ് ആയിട്ടായിരുന്നു. അതല്ലേ? പിന്നെ അവസാനം ഷീറ്റ് വരാനായിട്ട് ഒരു 7 days മെഷർമെന്റ് ചെയ്തിട്ട് വേണം ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ വർക്കേഴ്സ് എല്ലാം പുറത്തുനിന്നുള്ളവരാണ്, നോർത്ത് ഇന്ത്യൻസ് ആണ്. മലയാളികളല്ല. അല്ല, ഇത് ചെയ്യുന്നതിന് ഇത്ര നമ്മുടെ പ്രത്യേക മെറ്റീരിയലാണ്. ഈ പെയിന്റും ഒക്കെ അവർ തന്നെയാണ് കംപ്ലീറ്റ് ചെയ്യണം. ഈ ലൈറ്റ് അറേഞ്ച്മെന്റ്സ് ഒക്കെ അവർ തന്നെയാണ് ചെയ്തത്. ലൈറ്റ് ലോക്കലായിട്ട് ലൈറ്റ് ഒക്കെ ചെയ്തേക്കണം അല്ലേ? മഴ പെയ്ത് കഴിഞ്ഞാൽ ഇത് ഏകദേശം കോസ്റ്റ്ലി എങ്ങനെയാ? അത് ഡിപ്പെൻഡ്സ്, സ്ക്വയർ ഫീറ്റ് അനുസരിച്ചിരിക്കും. അതല്ലേ? കസ്റ്റമൈസ് ചെയ്തിട്ട്. ഓക്കെ. ഇപ്പൊ ഒരു കാറിനും ഒരു ബുള്ളറ്റോ ബൈക്കോ അന്ന് 2 വീലറൊക്കെ ആയിട്ട് വയ്ക്കാൻ സൗകര്യപ്രദമായ രൂപത്തിലാണ് ചെയ്തേക്കണത്. ഓക്കെ. സ്റ്റാറ്റസ് റൂഫിംഗ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്താൽ എന്താണ് സ്റ്റാറ്റസ് റൂഫിംഗ്? അത് അവരുടെ ഇതുപോലെ ഉണ്ട് അവിടെ. അവിടെ ഉണ്ട്. ഓ സ്റ്റാറ്റസ് അല്ലേ? സ്റ്റാറ്റസ് റൂഫിംഗ്. ഇതിന്റെ സൈഡ് വ്യൂ കാണിച്ചു തരാം. ജസ്റ്റ് ഒരു പ്രത്യേക മെറ്റീരിയലാണ്. നല്ല സ്ട്രോങ് മെറ്റീരിയലാണത് ഉപയോഗിച്ചിരിക്കുന്നത്. 2 ഭാഗത്ത് മാത്രമേ ഉറപ്പിച്ചിട്ടുള്ളൂ. അപ്പോൾ ഫ്രണ്ടിൽ ഫ്രീ ആയിട്ട് നിൽക്കും. അപ്പോൾ ആ ഭാഗത്തായിട്ട് പില്ലേഴ്സ് ഒന്നും ഉണ്ടാവില്ല. എന്തായാലും നല്ലൊരു കാർ പോർച്ച് നമുക്ക് കാണാൻ സാധിച്ചു. ഞങ്ങൾക്ക് പരിചയപ്പെടാനും സാധിച്ചു. ഓക്കെ, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ പാർട്ടിയായിട്ട് ബന്ധപ്പെടുന്നതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഓക്കെ, താങ്ക് യു.